അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെ സ്വകാര്യ ലോഡ്ജിന്റെ പ്രവർത്തനം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിന്റെ പരിസരത്തെ ലോഡ്ജിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലായും താമസിക്കുന്നത്. സ്കൂളിന്റെ വശത്ത് ചുറ്റുമതിലില്ല. ലോഡ്ജിലെ താമസക്കാർ പോകുന്നതും വരുന്നതും സ്കൂൾ ഗ്രൌണ്ടിൽ കൂടിയാണ്. ഇവിടത്തെ താമസക്കാരായ അന്യസംസ്ഥാന തൊഴിലാളികൾ വിദ്യാർത്ഥികളെ ശല്യപ്പെടുത്തുന്നതായും മാലിന്യങ്ങൾ സ്കൂൾ ഗ്രൌണ്ടിലേക്ക് വലിച്ചെറിയുന്നതായും പരാതിയുണ്ട്. ലോഡ്ജിന്റെ പ്രവർത്തനം സ്കൂളിന്റെ നടത്തിപ്പിന് ബുദ്ധിമുട്ടാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി അനിൽകുമാർ പറഞ്ഞു. കുട്ടികൾ പഠിക്കുന്ന അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം തൊട്ട് അടുത്ത് തന്നെ ഒരു ലോഡ്ജ് പ്രവർത്തിക്കുകയാണ്. ലോഡ്ജ് എന്ന് പറയുമ്പോൾ അഞ്ചൽ സെന്റ് ജോൺസ് സ്കൂളിൻ്റെ ഓണർ കൂടിയായ കുട്ടിയച്ചായൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ഈ ലോഡ്ജിൽ ഏതാണ്ട് 50ഓളം അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുകയാണ്. ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഈ തൊഴിലാളികൾ ഈ സ്കൂളിലെ കുട്ടികളെ നിരന്തരം ശല്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിൻ്റെ പരിസരവും ഈ ലോഡ്ജും തമ്മിൽ തിരിക്കുന്ന ഒരു മതിലോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ മാസം ഈസ്റ്റ് ഹൈസ്കൂളിലെ +2കാരുടെ സഹവാസ ക്യാമ്പ് നടന്നു. 100 കുട്ടികൾ പങ്കെടുക്കുന്നു. അതിൽ 50ഓളം കുട്ടികൾ പെൺകുട്ടികളായിരുന്നു. 10 ദിവസം നീണ്ടിരിക്കുന്ന സഹവാസ ക്യാമ്പിൽ ഈ രാത്രി കാലങ്ങളിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ കുട്ടികൾ രാത്രിയും പകലും താമസിക്കുമ്പോൾ അവർക്ക് ശല്യമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകുകയും അഞ്ചൽ പോലീസിൻ്റെയും അതിന് ചുമതലയുണ്ടായിരുന്ന അനക്സ് ബാബു സാറിൻ്റെ അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങളുണ്ടാവാതെ ക്യാമ്പ് നടത്താൻ കഴിഞ്ഞത്. ഞങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി കൊടുത്തു. എത്രയും പെട്ടെന്ന് ഈ തൊഴിലാളികളെ മാറ്റി താമസിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്കൂളും ഈ ലോഡ്ജുമായി ചുറ്റുമതിൽ കെട്ടി മാറ്റത്തക്ക രീതിയിൽ എന്തെങ്കിലും സംവിധാനം ഒരുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.